ഇല്ല പിതാശ്രീ, ഇത് നമുക്ക് സാധിക്കില്ല. അഥവാ ഈ രാജ്യത്തിൽ ഒരു രാജാവ് ഉണ്ടാകണമെങ്കിൽ അത് രാജാവ് കേവലം കുമാരദേവൻ മാത്രമാണ്, നാമല്ല. കുമാരൻ അത് സാധിച്ചില്ല പുത്രി. മഹാരാജന്റെ വാക്കനുസരിച്ച് ഒരു തവണ നീ പരിശ്രമിച്ചു നോക്കിയാലും. അല്ലയോ രാജകുമാരി, അവിടുന്ന് തെറ്റിദ്ധരിക്കരുത്. മഹാരാജന്റെ തീരുമാനം ഒരിക്കലും അനുചിതമാകാറില്ല. നമുക്കൊരു അപേക്ഷയുണ്ട്. അവിടുന്ന് ഒരു തവണ പരിശ്രമം നടത്തി നോക്കിയാലും. നമുക്കറിയാം പുത്രി, നിന്റെ ആശങ്കയുടെ കാരണം വ്യക്തമാണ്. നീ സ്വയം ഒരു രാജകുമാരിയാണ്. നീ യുഗപുരുഷൻ ആദിദേവന്റെ വംശത്തിലുള്ളവളാണ്. നിന്റെ ശരീരത്തിൽ പരമപൂജ്യനായ ആദിദേവന്റെ രക്തമാണ് ഒഴുകുന്നത്. നമ്മുടെ രക്തമാണ് ഒഴുകുന്നത്. നീ ഒരു സാധാരണ പെൺകുട്ടിയല്ല പുത്രി. പുത്രി, നീ ഇതുവരെ കുടുംബത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത്. അതേപോലെ തന്നെ ഒരു തവണ രൂപനഗരത്തെക്കുറിച്ചും ചിന്തിക്കൂ. മുൻപോട്ട് പോകൂ പുത്രി, ഇത് നമ്മുടെ അപേക്ഷയാണ്. ഔഷധച്ചെടിയെ അവിടെ നോക്കൂ. മാന്ത്രിക കവചത്തിൽ കൂടി രൂപനഗരത്തിൽ പ്രവേശിച്ച് വളരെ എളുപ്പത്തിൽ ആക്രമണം നടത്താൻ സാധിക്കുന്നതാണ്. കൂട്ടരെ, അവ നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുകയാണ്. മഹാരാജാവിനെ അറിയിക്കൂ. ഇതെന്താ? ഇതെന്നലെ നാം കണ്ട സ്വപ്നമാണല്ലോ. എന്താ നാം കാരണമാണോ കുമാരന് ഇത് ഉയർത്താൻ സാധിക്കാത്തത്? നമുക്കിത് ഉയർത്താൻ സാധിക്കുമോ? എന്താ അതുകൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത്? ഇതാപത്തിന്റെ സൂചനയാണല്ലോ. ആ രാക്ഷസി വീണ്ടും നമ്മുടെ രാജ്യത്തിൽ ആക്രമണം നടത്താൻ എത്തുകയാണ്. നഗരത്തിൽ ഇത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ മേലെ ഏത് പൈശാചിക ശക്തിയുടെ നിഴലാണ് പതിക്കുന്നത്? ഇനിയും എത്ര തവണ ഈ ആക്രമങ്ങളെ തടയും? നാം മനസ്സിലാക്കുന്നു, രൂപനഗരത്തെ സംബന്ധിച്ച് ഇത് പ്രതികൂല സമയമാണ്. എന്നാൽ നിങ്ങളിൽ ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. മാന്ത്രിക കവചം കൊണ്ട് യുഗപുരുഷൻ ആദിദേവൻ രൂപനഗരത്തെ സുരക്ഷിതമാക്കിയിട്ടാണ് പോയത്. അങ്ങേക്ക് പിഴവ് സംഭവിച്ചുവെന്ന് കരുതുന്നു മഹാരാജൻ. സപ്തമി നദി ഉത്തരദിക്കിൽ വരണ്ടു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മാന്ത്രിക കവചം ദുർബലമാണ്. പിതാശ്രീ, ഇനി എന്ത് സംഭവിക്കും? രൂപനഗരത്തിന് നാശമൊന്നും സംഭവിക്കില്ലല്ലോ. നീ ആശങ്കപ്പെടേണ്ട പുത്രി. നാം ഇപ്പോഴും ഈ രാജ്യത്തിന്റെ രാജാവാണ്. ആദിദേവന്റെ കൃപയും നമ്മോടൊപ്പമുണ്ട്. ഇപ്പോഴും രൂപനഗരത്തിന് അനുചിതമായി യാതൊന്നും സംഭവിക്കില്ല. സേനാപതി, മഹാരാജൻ, സേനയെ തയ്യാറാക്കൂ. നാം സ്വയം യുദ്ധത്തിനായി പുറപ്പെടുന്നതാണ്. ശരി. പിതാശ്രീ,
കേൾക്കൂ പിതാശ്രീ, 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 നമുക്കിത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അങ്ങ് ഈ രാജ്യത്തിലെ രാജാവാണെന്ന് നമുക്കറിയാം. പ്രജകൾക്ക് വേണ്ടി പോരാടേണ്ടത് അങ്ങയുടെ കടമയാണ്. എന്നാൽ പിതാശ്രീ, പിതാശ്രീ, അങ്ങ് രോഗബാധിതനാണ്. ഇത്രയും വലിയ യുദ്ധം അങ്ങ് എങ്ങനെ നേരിടും? ഇളയമ്മേ, ഇത് സംഭവ്യമല്ല പുത്രി. ഈ സമയത്ത് നമ്മെ സംബന്ധിച്ച് രാജ്യമാണ് ഏറ്റവും പ്രധാനം. നാം തീർച്ചയായും പോയിരിക്കും. അശുഭസൂചനയാണ് മഹാരാജൻ.